ഒരു സീക്രട്ട് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഒരു NIS ഓഫീസർക്ക് സ്കൂളിലേക്ക് സ്റ്റുഡൻ്റായിട്ട് പോകേണ്ടി വരുന്നൊരു ഡ്രാമയാണ് അണ്ടർ കവർ ഹൈസ്കൂൾ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇന്നലെ, അതായത് ഫസ്റ്റ് എപ്പിസോഡ് ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കഥയിലെ നായകനായ ഹേസോങ് രാത്രി ആരും കാണാതെ അന്വേഷണത്തിനായിട്ട് അവൻ്റെ സ്കൂൾ പരിസരത്തുള്ള ഒരു ഒഴിഞ്ഞ ബിൽഡിങ്ങിലേക്ക് പോവുകയും അവിടെ വെച്ച് ആരോ അവനെ ഫോളോ ചെയ്യുന്നുണ്ട് അവന് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ അവൻ്റെ ഫേസിലേക്ക് ടോർച്ച് അടിക്കുകയും വെളിച്ചം വന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ഗൺ പോയിന്റിൽ ആരോ തന്നെ നിർത്തിയതായിട്ടും അവന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഹേസോങ്ങിനെ ഗൺ പോയിന്റിൽ നിർത്തിയത് ആരാന്ന് അറിയണ്ടേ? വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ സുവ ആണ് കേട്ടോ. സുവ അവിടെ വന്നിട്ടുള്ളത് അന്ന് രാത്രി പെട്രോളിംഗ് ഡ്യൂട്ടി അവൾക്കായിരുന്നു. സ്കൂളിലെ പെട്രോളിംഗ് ഡ്യൂട്ടി അവൾക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സീൻ അവിടെ ഉണ്ടാവുമെന്ന് ഇവർ രണ്ടുപേരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുവ അത്യാവശ്യം നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ധൈര്യമൊക്കെ സംഭരിച്ച് അവൾ നല്ലോണം അവൻ്റെ അടുത്ത് ചേർത്ത് നിൽക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആരാടാ നീ, മര്യാദയ്ക്ക് മാസ്കും തൊപ്പിയൊക്കെ അഴിച്ച് മാറ്റിക്കെ, നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവനാണെന്നുണ്ടെങ്കിൽ അവളുടെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് ഓടിക്കളയും. പക്ഷേ ആ ഒരു നിരാശ അവൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അവനെ പിടിച്ചു കൊടുത്താൽ അവൾക്ക് പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ നിന്ന് നല്ല കോംപ്ലിമെൻറ്റ് കിട്ടുമായിരുന്നു. അതുമാത്രമല്ല അവൾക്ക് ഫുൾ ടൈം ടീച്ചറായിട്ട് ആ സ്കൂളിൽ വർക്ക് ചെയ്യാനും പറ്റുമായിരുന്നു. നല്ലൊരു ഗോൾഡൻ ചാൻസ് അല്ലേ താൻ കൊണ്ട് കളഞ്ഞ്, അവൻ്റെ മുഖം ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ അവൾ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. എന്തായാലും ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സുവ അവളുടെ വീട്ടിലേക്ക് കയറി പോകുന്നതാണ്. അതേ സമയം തന്നെ നമ്മുടെ ഹേസോങ് ആണെങ്കിൽ വിചാരിക്കുന്നുണ്ട്, ഇവളെന്തിനാ ഈ രാത്രി ഇപ്പോൾ അവിടെ വന്ന് നിന്നേ, വല്ലാത്തൊരു വിയേർഡ് ക്യാരക്ടർ തന്നെയെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവൻ്റെ വീട്ടിലേക്കും കയറി പോകുന്നുണ്ട്. ഈ ഒരു സീനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ രണ്ടാളും നെയ്ബേഴ്സാണ്. തൊട്ടടുത്ത വീട്ടിലാണ് കേട്ടോ ഇവർ രണ്ടുപേരും താമസിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ചെയർവുമൺ മ്യുങ്ജു സ്കൂളിലേക്ക് വന്നിട്ട് ഈ സംഭവ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതുമാത്രമല്ല അസിസ്റ്റൻറ്റിനോട് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കാനും പറയുന്നുണ്ട്. ആരാണ് രാത്രി ഈ ഒരു ബിൽഡിംഗ് കുത്തി തുറന്ന് ഉള്ളിലേക്ക് വന്നതെന്നൊക്കെ അന്വേഷിക്കാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഹേസോങ് ആണെങ്കിൽ ഇന്നലത്തെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് തല പൊക്കഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോഴാണ് കുറച്ച് പിള്ളേരൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവനെ ഭീഷണിപ്പെടുത്തുന്നത്. എന്താ ചെക്ക, നീ വെറുതെ ഇങ്ങനെ ഇരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഗെയിം ഒന്ന് കളിച്ചിട്ട് മാക്സിമം പോയിന്റിൽ എത്തിച്ചതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമ്മുടെ ഹേസോങ്ങിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മിന്നിനെ എപ്പോഴും ഇവർ റാഗ് ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട് കേട്ടോ. ഈ പിള്ളേർ പറയുന്നതിനൊന്നും റിയാക്ട് ചെയ്യാതിരിക്കുകയാണ് മിന്ന്. ഇത് കണ്ട ഉടനെ തന്നെ ഈ പിള്ളേർ പോയപ്പോൾ നമ്മുടെ ഹേസോങ് ആണെങ്കിൽ മിന്നിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നീ എന്തിനാടാ എപ്പോഴും ഇവർ പറയുന്നതും കേട്ട് തല കുനിച്ചിരിക്കുന്നത്, നിനക്കെന്താ ഒന്നും സംസാരിച്ചൂടെ, റിയാക്ട് ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഉടനെ തന്നെ ഹേസോങ് ടെറസിൻ്റെ മുകളിലേക്ക് പോയിട്ട് അവൻ്റെ ടീംമേറ്റ് ആയിട്ടുള്ള മിൻജിയോങ്ങിനെ വിളിച്ചിട്ട് പറയും, നീ വേഗം എനിക്ക് വേണ്ടി ഈ ഗെയിം ഒന്ന് കളിച്ചതിൻ്റെ മാക്സിമം പോയിന്റ് എത്തിച്ച് എനിക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. അവളാണെങ്കിൽ ഇവൻ്റെ കുട്ടികളിക്ക് നിന്ന് കൊടുക്കാതെ ഫോൺ കട്ട് ചെയ്യും. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ യൂജോങ് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവനെ ഉപദേശിക്കാനും പോകുന്നുണ്ട്. നീ എന്തിനാ ചേട്ടാ അവൻ്റെ മുന്നിൽ പോയി പെട്ടെ, അവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. അവൻ്റെ അച്ഛൻ ഇവിടുത്തെ സ്പെഷ്യൽ ഇതിലൊക്കെ ഉള്ളതാണ്, ചെയർവുമണായിട്ട് നല്ല അടുപ്പാണ്. അതുമാത്രമല്ല അവൻ ഞങ്ങളുടെ കൂടെ സ്റ്റുഡൻറ്റ് കൗൺസിലിൽ കൊണ്ടുവന്ന്. ഇപ്പോഴായിരിക്കും നമ്മുടെ ഹേസോങ് അവൻ്റെ സിസ്റ്റർ യൂജോങ് ഈ ഒരു സ്റ്റുഡൻറ്റ് കൗൺസിലുള്ള കാര്യം അറിയുന്നത്. ആ സ്റ്റുഡൻറ്റ് കൗൺസിലിൽ മെമ്പർ ആകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില്ലറ കാര്യമൊന്നുമല്ല എന്നുള്ളത് ഹേസോങ്ങിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ്റെ സിസ്റ്റർ ഈ ഒരു ഇതിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൻ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നാലും നിനക്കിത് എങ്ങനെ കിട്ടിയെന്നൊക്കെ അവൻ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയും, അതൊന്നും നീ അറിയണ്ട, അതൊക്കെ എനിക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. സുവ അവളുടെ കൊളീഗുമായിട്ട് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും. അതായത് ഇന്നലെ രാത്രി ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ആരായിരിക്കും അങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ അവൾ പറയും, നീ എന്തിനാ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോയത്, അവിടെ ഒരുപാട് ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു ബേസ്മെൻറ്റിൽ, അതായത് ആ ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റിൽ ഒരു ബാലെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവിടെ പണ്ടൊരു അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ തുടങ്ങുമ്പോഴായിരിക്കും പെട്ടെന്ന് പ്രിൻസിപ്പൾ അവളുടെ ബാക്കിൽ വന്ന് നിൽക്കുന്നത്. പെട്ടെന്ന് പ്രിൻസിപ്പളിൻ്റെ ഫേസ് കണ്ടതും നമ്മുടെ സുവ ആകെ പേടിച്ചിട്ട് അവളുടെ കയ്യിലുള്ള കോൾഡ് കോഫി അയാളുടെ ഫേസിലേക്ക് തന്നെ ഒഴിക്കും. സുവയ്ക്ക് എന്തായാലും 8ൻ്റെ പണികൾ ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സുവ ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ മിന്ന് അവിടെ ഉണ്ടാവില്ല. മിന്നിനെ കാണാനില്ലാത്തത് കൊണ്ട് തന്നെ അവൾ ഓഫീസ് റൂമിലേക്ക് വന്നിട്ട് അവൻ്റെ ഫോണിൽ കോൾ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അതേ സമയത്ത് നമ്മുടെ ഹേസോങ് ആണെന്നുണ്ടെങ്കിൽ ഗെയിമിൻ്റെ മാക്സിമം പോയിന്റ് എത്തിക്കാനായിട്ട് ശ്രമിച്ചു
കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ തോൽക്കുക എന്നല്ലാതെ ജയിക്കുന്ന മട്ടൊന്നും കാണുന്നില്ല. അപ്പോഴായിരിക്കും നമ്മുടെ ചെയർവുമൻ്റെ അസിസ്റ്റൻറ്റ് ആ ഒരു ഒഴിഞ്ഞ ബിൽഡിങ്ങിലേക്ക് കയറി പോകുന്നത് അവൻ കാണുന്നത്. ഉടനെ തന്നെ അതിൻ്റെ പിന്നാലെ അവൻ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അവന് ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റില്ല. കാരണം അപ്പോഴേക്കും നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് പറയും, ഇവിടേക്ക് സ്റ്റുഡൻസ് ഒന്നും വരാൻ പാടില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇന്നലെ രാത്രി തന്നെ ഇവിടെ ഒരു ചെറിയ സംഭവമൊക്കെ ഉണ്ടായി. ഒരു കള്ളൻ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങാൻ സാർ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ ഇപ്പം തന്നെ പിടിച്ച് പുറത്താക്കിയേനെ, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവനാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ എന്തോ കാര്യമായിട്ടുള്ള കാര്യം നടക്കുന്നുണ്ടെന്ന്. ഉടനെ തന്നെ അവൻ അവൻ്റെ ടീംമേറ്റ്സിനെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കും. അപ്പോഴായിരിക്കും തൊട്ടടുത്തുള്ള ഒരു വേസ്റ്റ് ബിന്നിൻ്റെ അടുത്തുനിന്ന് എന്തൊക്കെയോ ഒരു സൗണ്ട് കേട്ടിട്ട് അവനത് തുറന്ന് നോക്കുന്നത്. അതിനുള്ളിൽ നമ്മുടെ മിന്നായിരിക്കും. അവൻ്റെ കൈയൊക്കെ കെട്ടിയിട്ടിട്ട് വായിൽ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുള്ള നിലയിലാണ് അതിൽ ഇരിക്കുന്നത്. അവൻ്റെ ഡ്രസ്സിലാകെ ചളി പുരണ്ടിട്ടുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഹേസോങ്ങിന് ഒറ്റയടിക്ക് മനസ്സിലായി ആരാണ് ഇത് ചെയ്തതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നൊക്കെ ഉള്ളത്. മിന്നെ എന്തിനാണ് എപ്പോഴും അവരിങ്ങനെ ഉള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ മിന്നിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവരുടെ അത്ര സ്ട്രോങ് അല്ല, അതുമാത്രമല്ല എനിക്ക് പാരൻസ് ഒന്നുമില്ല, ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ കൂടെയാണ് താമസം. അതൊക്കെ അവർക്ക് വലിയ ഇഷ്യൂ ആണ്. കാരണം ഈ സ്കൂളിൽ പണക്കാർ മാത്രമാണ് പഠിക്കുന്നത്, എന്നെപ്പോലെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ എപ്പോഴും ഇതുപോലെ റാഗിങ് കിട്ടാറുണ്ടെന്നൊക്കെ അവൻ സംസാരിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സുവ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുവ ചോദിക്കും, നീ എവിടെ പോയതായിരുന്നു, നിന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ പറയും, ഞാൻ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു, എനിക്ക് തീരെ സുഖമില്ലാന്ന്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം എന്തോ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ടെന്ന്. കാരണം അവൻ്റെ സ്കൂൾ യൂണിഫോമിലൊക്കെ നല്ല ചളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ സുവ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹേസോങ് ആണ് മിന്നിനെ ബുള്ളി ചെയ്തതെന്നാണ്. അതുകൊണ്ട് തന്നെ അവനെ ചോദ്യം ചെയ്യാനായിട്ട് അവൾ റൂമിലേക്ക് കൂട്ടി കൊണ്ടുപോവാണ്. എന്നിട്ട് ചോദിക്കും, നീ എന്തിനു വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇത് ഞാനല്ല ചെയ്തത്, ഇത് വേറെ ആരൊക്കെയാണ് ചെയ്തത്, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ. പെട്ടെന്നായിരിക്കും ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഖയ്ക്ക് ഇന്നലത്തെ കാര്യം ഓർമ്മ വരിക. കാരണം മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു കണ്ണുകൾ, ഹേസോങ്ങിൻ്റെ കണ്ണുകൾ ഇവക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവനോട് അനങ്ങാതെ നിൽക്കാൻ പറയുകയാണ് നമ്മുടെ സുവ. കൈ കൊണ്ട് അവൻ്റെ ഫേസിൻ്റെ അടുത്തേക്ക് അവളിങ്ങനെ പോകുമ്പോൾ അവനാകെ പേടിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിൽക്കും. ഇവളാണെങ്കിൽ അവിടെ തറയിൽ പോയി മുഖമടിച്ച് വീഴുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ എന്തായാലും പിടിച്ചോളാം, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ. ആ സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് മ്യോങ്ജോങ് ബാക്കിയുള്ള ടീംമേറ്റ്സിന് ഒരു പേപ്പർ കട്ടിങ് കാണിച്ചു കൊടുക്കുന്നതാണ്. ചെയർവുമൺ മ്യോങ്ജു ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിന് ഏകദേശം 800 മില്യൺ രൂപ ചിലവുണ്ട്. അത്രയ്ക്കും ക്യാഷ് ഇവർക്ക് എവിടുന്നാണ്, ഇനി ആ ഗോൾഡ് ബാർ എങ്ങനെ ഇവരുടെ കയ്യിലുണ്ടോ എന്നൊക്കെ ടീംമേറ്റ്സ് പരസ്പരം ചർച്ചയിൽ പറയുന്നുണ്ട്. നേരത്തെ നമ്മുടെ മിന്നിനെ ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്ന പയ്യനില്ലേ, അവനിപ്പോൾ സ്റ്റുഡൻറ്റ് കൗൺസിലിൽ വന്നിരുന്നിട്ട് ബാക്കി മെമ്പേഴ്സിനോട് പറയും, ആ മിന്നിനെ ഞാൻ ഇന്ന് വേസ്റ്റ് ബിന്നിനകത്ത് കെട്ടിയിട്ടതായിരുന്നു, പക്ഷേ ആ ഹേസോങ് വന്നിട്ട് അവനെ അവിടുന്ന് രക്ഷിച്ചു, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ. ഇത് കേട്ടിട്ട് യൂജോങ്ങിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾ ചോദിക്കും, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയേ, ഇതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നൊക്കെ. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടി, നീ എന്നോട് ഇക്കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വന്നേക്കരുത് മേലാൽ. ഇവിടെ ഇപ്പോൾ നീ ഇരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കാനേ കാരണം ഏനയാണ്, അവളുള്ളതുകൊണ്ട് മാത്രമാണ് ഈ സ്റ്റുഡൻറ്റ് കൗൺസിലിൽ നീ മെമ്പറായിരിക്കുന്നത്, അത് മറക്കണ്ട എന്നൊക്കെ അവൻ തിരിച്ച് നമ്മുടെ യൂജോങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഏന എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് കൗൺസിലിലെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ചെയർവുമൺ മ്യോങ്ജുവിൻ്റെ മകളുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവളെ കുറച്ച് റെസ്പെക്റ്റും ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അനുസരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം കേട്ടിട്ട് നമ്മുടെ ഏനയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതായത് യൂജോങ്ങിനെ ഈ പയ്യൻ വന്നിട്ട് വഴക്ക് പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ പറയും, ബുള്ളി ചെയ്യുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് തന്നെ ഇപ്പം തന്നെ ഇവളോട് നീ സോറി പറയണമെന്ന്. ഇവൾ പറഞ്ഞ ഈ കാര്യം കേട്ട ഉടനെ തന്നെ അവൻ യൂജോങ്ങിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട്. അതുമാത്രമല്ല, നിൻ്റെ അച്ഛൻ്റെ ജോബ് നഷ്ടപ്പെട്ട നീ ഒരു ലോസറാണ്, അതുകൊണ്ട് മേലാൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, ആരെയും ബുള്ളി ചെയ്യാൻ പോയേക്കരുതെന്നും ഏന ഇപ്പോൾ ആ പയ്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവർ സ്റ്റുഡൻറ്റ് കൗൺസിലിൻ്റെ ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമായിരിക്കും. അപ്പോൾ യൂജോങ് ആണെങ്കിൽ നമ്മുടെ ഏനയുടെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. നീ താങ്ക്സ് ഒന്നും പറയണ്ട, അവനല്ലെങ്കിലും കുറച്ച് ഓവറാണ്, പക്ഷേ ഇനി മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നീ ഇടപെടരുത്, അതിനൊക്കെ ഞാനിവിടെ ഉണ്ട്, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് മുന്നേ സംസാരിക്കണം, ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചോളാം എന്നും പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ യൂജോങ്ങിന് ഏനയുടെ ഈ തരത്തിലുള്ള സംസാരങ്ങൾ അത്ര വലിയ ഇഷ്ടമല്ലാന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഹേസോങ്ങിനെയാണ്. ഹേസോങ് ഇപ്പം നമ്മുടെ മിന്നിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നീ എന്തിനാ ബേസ്മെൻറ്റിനെ പറ്റി എന്നോട് ചോദിച്ചേ, എനിക്ക് ആ ബേസ്മെൻറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ പണ്ടൊരിക്കൽ അവിടെ പോയിട്ടുണ്ടെന്നൊക്കെ മിന്ന് ഹേസോങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ അവൻ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മിന്ന് പറയും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിനക്ക് പറഞ്ഞുതരാം, പക്ഷേ നീ എന്നോടൊപ്പം ഇരുന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വരണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പറയാമെന്ന്. പാവം നമ്മുടെ മിന്നിൻ്റെ കൂടെ ആരും തന്നെ ഫുഡൊന്നും കഴിക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ. അവൻ ആരും തന്നെ അവനെ കൂടെ കൂട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മിന്ന് അവനെ ഇങ്ങനെ ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവൻ പറയും, ഓക്കെ ഞാൻ
വരാമെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിന്നു പറയും, പണ്ടൊരിക്കൽ ആ ബിൽഡിങ്ങിൽ ഒരു ബാലെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവിടെ മികച്ച ഒരു ബാലറീന ആവണമെന്ന് ആഗ്രഹമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്നും രാത്രി അവൾ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവളുടെ കൂടെയുള്ള കുറച്ച് കുട്ടികൾ എപ്പോഴും അവളിങ്ങനെ കളിയാക്കുകയും ബുള്ളി ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. ഒരു ദിവസം മറ്റുള്ള കുട്ടികളുടെ ബുള്ളിങ് സഹിക്കാൻ പറ്റാതെ ഈ കുട്ടി പുറത്തേക്ക് ഓടി രക്ഷപ്പെടും. അപ്പോഴാണെങ്കിൽ അവൾ നേരെ ചെന്ന് വിടുന്ന ഒരു കാറിൻ്റെ മുന്നിലായിരിക്കും. ആ കാർ ഇടിച്ചിട്ട് അവൾക്ക് 2 കാലും നഷ്ടമാവുകയാണ്. ഇനി ഒരിക്കലും തനിക്ക് നല്ലൊരു ബാലറീന ആവാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം ആ കുട്ടീൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ഒരുപാട് കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ തൂങ്ങി മരിച്ച നിലയിലുള്ള ഈ ഒരു കുട്ടീൻ്റെ ബോഡിയാണ് കേട്ടോ. ഉടനെ തന്നെ ഈ കുട്ടികളെല്ലാവരും കൂടെ പേടിച്ചിട്ട് അവളുടെ ബോഡി ഒരു ബേസ്മെൻറ്റിൽ ഒളിപ്പിക്കും. അന്ന് മുതൽ അവളുടെ ആത്മാവ് അവിടെ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അതുമാത്രമല്ല അവൾ ഒരുപാട് പേര് നേരിട്ട് കണ്ടിട്ടുമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്, എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്നൊക്കെ മിന്നിൻ്റെ അടുത്ത് ഹേസോങ് തട്ടി വിടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഹേസോങ്ങിനാണെങ്കിൽ പേടികൊണ്ട് കാല് രണ്ടും കൂട്ടിയിടിച്ച അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ മിന്നു പറയും, ഇതൊന്നും ഒരിക്കലും കള്ളമല്ല, ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാനൊരു ദിവസം ഈ കാര്യം അറിയാൻ വേണ്ടിയിട്ട്, സത്യമാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഓണാക്കി ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറിപ്പോയതാണ്. ഞാൻ നിനക്ക് വേണമെങ്കിൽ ആ വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഓണാക്കി നമ്മുടെ ഹേസോങ്ങിന് കാണിച്ചു കൊടുക്കും. അപ്പോൾ അതിൽ കാണാം ആ പെൺകുട്ടിയുടെ ബോഡി ഹൈഡ് ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആരോ ഒരാൾ മുകളിലേക്ക് കയറി വരുന്നത്. വീഡിയോ കണ്ടിട്ട് ആദ്യം ഹേസോങ്ങിന് ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിലെന്തോ ഒരു പന്തികേട് അവന് തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു നമ്പർ ലോക്കുള്ളൊരു റൂം അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല ഇനിയും 3 കഥകൾ കൂടി ബാക്കിയുണ്ട് എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി വേറൊരു കഥയും കൂടെ പറഞ്ഞു തരാമെന്ന് നമ്മുടെ മിന്നു കഥ പറഞ്ഞു തുടങ്ങുന്ന സമയത്തായിരിക്കും ബുള്ളി ചെയ്യുന്ന പയ്യന്മാർ വന്നിട്ട് അവൻ്റെ മിന്നിൻ്റെ ഫുഡിലേക്ക് തുപ്പിയിട്ട് പറയും, നീ ഈ ഫുഡ് കഴിക്കുമെന്ന്. മിന്നാണെന്നുണ്ടെങ്കിൽ പേടി കൊണ്ട് തിരിച്ചൊന്നും പ്രതികരിക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. ഈ മിന്നിനെ ആണെങ്കിൽ ഈ പയ്യന്മാർ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവരുടെ ശല്യം കാരണം അവൻ ആ ഫുഡ് വായിലേക്ക് വെക്കാൻ വേണ്ടി പോകുമ്പോൾ ഹേസോങ് അതിലിടപെടുന്നുണ്ട്. നിങ്ങളെ കൊണ്ടൊക്കെ ഞാൻ തോറ്റല്ലോ എന്നും പറഞ്ഞിട്ട് ഹേസോങ് ഇവരുടെ അടുത്ത് വഴക്കിന് പോകുന്നുണ്ട്. നല്ലൊരു ഫൈറ്റ് ഉണ്ടാവാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ഓസുവ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരെ സ്റ്റോപ്പ് ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ ഹേസോങ്ങിനെ മാത്രം അവരുടെ കൂട്ടത്തിൽ നിന്ന് ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുമുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഹേസോങ്ങിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇവനും പണ്ട് ഇതേ സിറ്റുവേഷനിൽ നിന്ന സമയത്ത് അവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീച്ചേഴ്സും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ പറയും, മിസ് എന്താ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത, അതോ മനഃപൂർവ്വം അഭിനയിക്കുകയാണോ, ഇതൊന്നും അറിയില്ല എന്നുള്ള മട്ടിൽ. ഒന്നുമില്ലെങ്കിൽ സ്വന്തം സ്റ്റുഡൻസിൻ്റെ കാര്യം അന്വേഷിക്കാനെങ്കിലും പഠിക്കുമെന്ന് പറഞ്ഞിട്ട് ഹേസോങ് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ഓസു ആണെങ്കിൽ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുന്നുണ്ട്. അന്ന് അവളുടെ അമ്മയുടെ ഷോപ്പിൽ പോയിരുന്നിട്ട് അവൾ നന്നായിട്ട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ ആരാന്ന് അവൻ വിചാരിച്ചേ, എൻ്റെ സ്റ്റുഡൻസിൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാൻ മാത്രം അവൻ എന്തൊരു ധൈര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ സ്വയം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. മറ്റുള്ള കസ്റ്റമേഴ്സൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അമ്മ വന്നിട്ട് പറയും, നിങ്ങളാരും ശ്രദ്ധിക്കേണ്ട കേട്ടോ, തലയ്ക്ക് സുഖമില്ലാത്ത കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് വന്നിട്ട് അവളെ സമാധാനിപ്പിക്കും. നീ ഈ കാര്യം ഒന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഇത് നീയായിട്ട് തിരഞ്ഞെടുത്തൊരു പ്രൊഫഷനല്ലേ. പണ്ട് ആദ്യമായിട്ട് നീ പഠിപ്പിച്ചൊരു കുട്ടി തോറ്റുപോയി എന്നുള്ള പേരിലല്ലേ ഇപ്പോഴും നീ ആ സ്കൂളിൽ പെർമനൻ്റായിട്ട് ജോബ് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അവൾക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇപ്പോഴും പെർമനൻ്റായിട്ട് ടീച്ചറാവണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. എല്ലാം ശരിയാവും, ഇതൊന്നും ആലോചിച്ച് നീ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവളെ സമാധാനിപ്പിക്കാൻ നോക്കും. അവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫൈറ്റിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ട്, സ്കൂളിൽ നടന്ന ഫൈറ്റിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ട് ഒരു ഓഫീസർ നമ്മുടെ ഹേസോങ്ങിനെ കാര്യമായിട്ട് വഴക്ക് പറയാണ്. പണ്ട് നിൻ്റെ അച്ഛൻ ചെയ്തിരുന്ന ജോബല്ലേ ഇത്, അയാൾക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇപ്പോൾ ഈ ഒരു ജോബ് സെലക്ട് ചെയ്തത്. ഇനി അയാൾ തിരിച്ചു വരുമ്പോൾ നിൻ്റെ ഈ ജോബ് പോയിട്ട് എന്തിനാ നീ വെറുതെ ഇങ്ങനെ സ്വന്തം ജോബ് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇനിയെങ്കിലും മര്യാദയ്ക്ക് നിനക്ക് തന്ന സീക്രട്ട് മിഷൻ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ പാരൻസ് ഡേയുടെ അന്ന് നമ്മുടെ ഹേസോങ് അവൻ്റെ അച്ഛനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഒരു വാച്ച്. അതിനെ പറ്റിയിട്ടൊക്കെ അവൻ ആലോചിക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല അവൻ പറയുന്നുണ്ട്, അച്ഛാ എൻ്റെ ബർത്ത്ഡേ ആണെന്ന്, ഇന്നെങ്കിലും അച്ഛൻ നേരത്തെ വരണം കേട്ടോ എന്നൊക്കെ. അച്ഛനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് നേരത്തെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ അതിനുശേഷം അച്ഛൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. പിന്നെ അവിടുന്ന് ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിന്നിനെ പുള്ളി ചെയ്തുകൊണ്ടിരുന്ന ആ പയ്യനില്ലേ, അവൻ മിന്നിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവൻ
അവൻ്റെ മുത്തശ്ശിയുടെ ID വാങ്ങുകയാണ്. എന്തൊക്കെയോ കളവ് പറഞ്ഞിട്ട് ID വാങ്ങിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. മിന്നാണെന്നുണ്ടെങ്കിൽ ഇതേ സമയം പാർട്ട് ടൈം ജോബിന് പോയേക്കുമായിരിക്കും കേട്ടോ. അപ്പോഴാണ് ഹേസോങ് ആ ഒരു ബിൽഡിങ്ങിലേക്ക് പതുങ്ങി പോകുന്നത് നമ്മുടെ മിന്ന് കാണുന്നത്. മിന്ന് ഹേസോങ്ങിൻ്റെ പിന്നാലെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. മിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ പ്രേതകഥ ഹേസോങ് വിശ്വസിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ അങ്ങോട്ടേക്ക് പോയതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് മിന്ന് അവൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്. മിന്നിനെ എന്തായാലും ഹേസോങ് കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നീ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ. പക്ഷേ മിന്നാണെന്നുണ്ടെങ്കിൽ ഹേസോങ്ങിനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും വരും, എനിക്കും കൂടെ കാര്യങ്ങളൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോഴായിരിക്കും ആ പെൺകുട്ടീനെ കുഴിച്ചിട്ട ആ ഭാഗത്തുനിന്ന് ആരോ ആണി അടിക്കുന്നത് ഇവർ രണ്ടുപേരും കാണുന്നത്. ആദ്യം ഇവരൊന്ന് ഭയക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ ആണി അടിച്ചുകൊണ്ടിരുന്ന ആൾ തൻ്റെ കയ്യിലുള്ള ചുറ്റിക ഹേസോങ്ങിൻ്റെയും അതുപോലെ തന്നെ മിന്നിൻ്റെയും നേരെ വലിച്ചെറിഞ്ഞിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്തായാലും അത് പ്രേതമൊന്നുമല്ല, ഏതൊരാളാണെന്ന് ഹേസോങ്ങിന് മനസ്സിലായിട്ട് അയാളെ പിന്നാലെ ഓടി പോകുന്നുണ്ട് കേട്ടോ. ഹേസോങ് ആണെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ ലോക്കുള്ള റൂം കണ്ടെത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ മുന്നേ. അപ്പോൾ ആ റൂമിലേക്ക് ഇവൻ ഓൾറെഡി പാസ്വേഡൊക്കെ മനസ്സിലാക്കിയിട്ട് കയറി ചെല്ലുന്നുണ്ട്. ആ റൂമിലെത്തിയ ഉടനെ തന്നെ അവൻ അവൻ്റെ ഓഫീസർക്ക് കോൾ ചെയ്തിട്ട് പറയും, ഇത് കുറച്ച് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. കാരണം ഈ ഒരു ഗോൾഡ് ബാർ നമ്മൾ മാത്രമല്ല, ഈ ചെയർവുമൺ, ഈ സ്കൂളിൻ്റെ ചെയർവുമണും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു സീക്രട്ട് മിഷൻ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ആ റൂമിൽ മൊത്തം ഗോൾഡ് ബാറിൻ്റെ അന്ന് മുതലും മിസ്സായിട്ടുള്ള അന്ന് മുതലുള്ള പേപ്പർ കട്ടിങ്സും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു റൂമിൽ. അതേസമയം നമ്മുടെ മിന്ന് എന്തോ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ആ ഒരു ബേസ്മെൻറ്റ്, ഇയാൾ ആണി അടിച്ചിട്ട് അടയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള ആ ഒരു ബേസ്മെൻറ്റ് ഉണ്ടല്ലോ, അത് കണ്ടിട്ട് ഇവനാകെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ഒച്ച കേട്ട ഉടനെ തന്നെ ഹേസോങ്ങും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കും. അപ്പോഴായിരിക്കും ഹേസോങ്ങും മിന്നും ഈ ഒരു കാര്യം കണ്ടിട്ട് ഷോക്കായി നിൽക്കുന്നത്. മിന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഈ സ്റ്റോറിയൊന്നും ഇല്ലാത്തതല്ലാതെ ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ, ഇതൊക്കെ സത്യമായിരുന്നല്ലേ എന്ന്. ഇവർ രണ്ടുപേരും നോക്കി നിൽക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു അസ്ഥികൂടായിരിക്കും, ഒരു മനുഷ്യൻ്റെ ഒരു അസ്ഥികൂടായിരിക്കും. ഹേസോങ് ആ ബിൽഡിങ്ങിനുള്ളിൽ കയറി പറ്റിയതും ഈ കാര്യങ്ങളൊക്കെ തിരഞ്ഞ് നടക്കുന്നതും ആ നമ്പർ ലോക്കുള്ള റൂമിലേക്ക് കയറി ചെന്നതും ഒക്കെ തന്നെ CCTV വഴി ചെയർവുമൺ മ്യോങ്ജു കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തോടു കൂടി സെക്കൻഡ് എപ്പിസോഡ് കഴിയുകയാണ്. ശരിക്കും നമ്മുടെ ഹേസോങ്ങിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് ഈ മ്യോങ്ജു അറിയുമോ എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തായാലും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെയ്ക്കും ലവ് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.